അബ്ബ, ഈ അനാനില്ലേ സ്ട്രേഞ്ചറിന്റെ അടുത്തുനിന്ന് ചോക്ലേറ്റ് മേടിച്ച്. അനാനെ, ഈ സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് മേടിച്ചാ എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു തന്നേക്കണം. അത് അവര് നമ്മളെ ചോക്ലേറ്റ് തന്ന് മയക്കിക്കൊണ്ടുപോകും. അതുമാത്രമല്ല അനാനെ, ഈ മയക്കുമരുന്ന് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മാഫിയ ഉണ്ട്. അത് ഈ ശരിക്കും ചെറിയ കുട്ടികളെ, സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു വലിയ ടീമാണ്. ഓക്കെ, ഈ കുട്ടികള് ചെറുതായിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യും? ഇവരുടെ നേരെ ഇവർക്ക് ഈ ചോക്ലേറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡായിട്ടും ഒക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വഴി കൊടുത്ത് ശീലിപ്പിക്കും. ഈ ഡ്രഗ്സ് ഇവർ കഴിച്ചിട്ട് ഇവർക്ക് അത് വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നും. ആദ്യമൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നീട് ഇവർക്ക് ഇത് കിട്ടാതെ പറ്റൂല എന്നുള്ള അവസ്ഥ വരുമ്പോൾ പൈസ ചോദിക്കും. ഈ പൈസക്ക് വേണ്ടി ചെറിയ കുട്ടികൾ എന്തും ചെയ്യും. അങ്ങനെ ഈ ചെറിയ കുട്ടികൾ ഉപയോഗിച്ച് തന്നെ ഇത് മറ്റുള്ള കുട്ടികൾക്ക് വിറ്റ് അതിന്റെ പൈസ കൊടുത്ത് വീണ്ടും വീണ്ടും ഇവരുടെ ശൃംഖല ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ, 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഇതിലൊരു കണ്ണികളാകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായോ? അതുമാത്രമല്ല ഞാൻ, അതായത് നമ്മൾ ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ, ആരെങ്കിലും നമുക്ക് ഈ ചോക്ലേറ്റ് തന്നിട്ടുണ്ടോ എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ എന്താണ്, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല തളർച്ച, അല്ലെങ്കിൽ ഭയങ്കര ഉത്സാഹം, നല്ല സന്തോഷം, നമ്മൾ വിചാരിക്കാത്ത പോലത്തെ രീതിയിലുള്ളൊരു സന്തോഷമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ പാരന്റ്സ് പറയണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ അധ്യാപകരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവരതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നോക്കി അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു തീരുമാനം. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒന്നും കഴിക്കൂല, നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മൾ കഴിക്കാൻ സമ്മതിക്കും. സംശയം തോന്നിയാൽ നമ്മുടെ സാറിനോടോ പാരന്റ്സിനോടോ പറയും. ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞു? ഓക്കെ. ഓക്കെ.